എന്ന് ഞാൻ പറഞ്ഞു. പൊന്നാര സഹോദരൻ, ഇജ്ജ് ഇവിടെ ഉണ്ടായിട്ടില്ലല്ലോ. എന്നിട്ടും ആ ഖുതുബ അവിടെ കേൾക്കുക. ആ ജാതി ആളുകൾ വിമർശിക്കാൻ വരിക. അവസാനതാ നാണേജിനൊക്കെ പറ്റി പറഞ്ഞു കേട്ടപ്പോ അടുക്കാൻ പറ്റാത്ത മനുഷ്യനാന്ന് ഞാൻ വരെ വിചാരിച്ചത്. അങ്ങനെ എന്നോട് വരെ പറഞ്ഞേനെ. ഇത്ര ഒരു വിനയാന്വിതനായ മനുഷ്യൻ ഞാൻ ഇരുത്തിക്കൊണ്ടല്ല പറയണത്, അദ്ദേഹത്തെ ഇരുത്താതെയും പറച്ചിലുണ്ട്. എന്നെ അദ്ദേഹം വിളിച്ച് ഉപദേശിക്കുന്നു, നമ്മുടെ വാക്കിൽ അധികമാകാൻ പാടില്ലട്ടോ, നിങ്ങൾ ഉപയോഗിക്കുന്ന വാക്ക് വളരെ ശ്രദ്ധിക്കണം എന്ന് എന്നോട് പക്വതയോടെ ഖുതുബ നടത്തണമെന്ന് ഉപദേശിക്കുന്ന ഒരു വ്യക്തിയെ ഒരു ഗുണ്ടയായിട്ട് പരിചയപ്പെടുത്തുക. അങ്ങനെയൊക്കെ പ്രസംഗിച്ച പ്രസംഗകരുടെ പ്രസംഗം എൻ്റെ മൊബൈലിൽ വരെ ഉണ്ട്. ഇവിടെ ദൗർഭാഗ്യകരമായ പ്രശ്നം ഉണ്ടായപ്പോൾ രാത്രി 11 മണിക്ക് പോലും കേരളത്തിൽ നിന്ന് മാത്രമല്ല കേരളത്തിൻ്റെ പുറത്തുനിന്നും ഫോൺ വരിക.